ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ചിട്ട് കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, അതെ, ഇത് പൂർണ്ണമായിട്ടും ഹ്യൂമൻ ഹെയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സിന്തറ്റിക് ഹെയർ ഒന്നും ഉപയോഗിക്കാതെ 100% നാച്ചുറൽ ഹ്യൂമൻ ഹെയർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെയധികം ലോങ് ലൈഫ് ഉള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ്. ഹ്യൂമൻ ഹെയർ എക്സ്റ്റൻഷൻ പല വിധത്തിലുണ്ട്. ക്ലിപ്പിൽ വരുന്നതുണ്ട്, അത് തന്നെ ക്ലിപ്പ് ഇൻ ടൈപ്പും ക്ലിപ്പ് ഓൺ ടൈപ്പും ഉണ്ട്. നമ്മൾ പുറമേ കുത്തുന്ന ക്ലിപ്പിൽ വരുന്നതും അതേപോലെ മുടിക്കുള്ളിലേക്ക് ക്ലിപ്പ് ചെയ്യുന്നതുമുണ്ട്. പിന്നെ പോണിറ്റെയിൽ എക്സ്റ്റൻഷൻ ഉണ്ട്. അതേപോലെ തിരുപ്പൻ, മുടി പിന്നി ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള തിരുപ്പൻ ഉണ്ട്. സ്ക്രഞ്ചീസ് ഉണ്ട്, ഹെയർ ടോപ്പർ ഉണ്ട്, അതേപോലെ ഫുൾ കവർ ചെയ്യുന്ന വിഗ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പിലായിട്ട് നമുക്ക് ഹ്യൂമൻ ഹെയർ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. അത് നമ്മളുടെ ഉപയോഗവും നമ്മളുടെ മുടിയുടെ രീതി അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഏതാണ് വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതെ, നമുക്ക് ഹ്യൂമൻ ഹെയർ എക്സ്റ്റൻഷൻ്റെ കളർ മാറ്റി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഹെയർ കളർ ഉപയോഗിച്ചിട്ട് ഹ്യൂമൻ ഹെയർ എക്സ്റ്റൻഷനിലും വേറെ കളറൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മൾക്ക് തന്നെ വേണമെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ വാങ്ങുന്ന ഹെയർ എക്സ്റ്റൻഷൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ക്ലിപ്പ് ഓൺ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ ക്ലിപ്പ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതേസമയം ക്ലിപ്പിനാണെങ്കിൽ നമുക്ക് അഴിച്ചിടുകയോ ക്ലിപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതേപോലെ തിരുപ്പനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി പിന്നി ഉപയോഗിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ആവശ്യം അനുസരിച്ചിട്ട് വേണം, നമ്മൾ ഏത് രീതിയിലാണ് സ്റ്റൈൽ ചെയ്യുന്നത് നോക്കിയിട്ട് വേണം ഹെയർ എക്സ്റ്റൻഷൻ സെലക്ട് ചെയ്യാൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ലോങ് ലൈഫ് ഉള്ളൊരു പ്രോഡക്റ്റാണ്. നമ്മൾ ഹ്യൂമൻ ഹെയറിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെയധികം ലോങ് ലൈഫ് ഉള്ളൊരു പ്രോഡക്റ്റാണ്. കൃത്യമായ കെയറിങ്ങോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 2 വർഷം നമുക്ക് ഉപയോഗിക്കാം. 2 എന്നുള്ളത് ഒരു കുറഞ്ഞ കണക്ക് പറഞ്ഞതാണ്. സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 തൊട്ട് 5 വർഷം വരെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇല്ല, ഒരിക്കലുമില്ല. അവരവരുടെ ഹെയർ ടെക്സ്ചറിന് മാച്ച് ആവുന്നത് നോക്കി സെലക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഹെയർ എക്സ്റ്റൻഷൻ്റെ വില വരുന്നത് അതിൻ്റെ ലെങ്ത്തും വോളിയം അനുസരിച്ചിട്ടാണ്. സാധാരണ നമ്മളുടെ കയ്യിൽ ക്ലിപ്പ് ഓൺ ടൈപ്പ് വരുന്നത് 2000 റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ കസ്റ്റമറുടെ ഹെയറിന് അവർക്ക് ആവശ്യമുള്ള ലെങ്ത്തിലും അവർക്ക് ആവശ്യമുള്ള വോളിയം അനുസരിച്ചിട്ട് ഈ റേറ്റിൽ നിന്ന് വ്യത്യാസം വരുന്നതാണ്. അതെ, ഇത് കഴുകി ഉപയോഗിക്കാം. നാച്ചുറൽ ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് വാഷബിൾ ആണ്. പക്ഷേ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് വേണം അത് വാഷ് ചെയ്യാൻ. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ ഫാനിൻ്റെ കീഴിലോ ഉപയോഗിച്ചിട്ട് അത് ഡ്രൈ ചെയ്ത് എടുക്കണം. കെയർ ഇൻസ്ട്രക്ഷൻ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് വാഷ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ നമ്മളിത് കോംബ് ചെയ്യുന്ന സമയത്ത് നല്ല അകന്ന പല്ലുള്ള കോംബ് ഉപയോഗിച്ചിട്ട് വേണം അത് ചീകിയെടുക്കാൻ. മാക്സിമം അതിൽ നിന്ന് ഹെയർ ഊരിപ്പോകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ നമ്മളിത് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഹാങ്ങറിലോ വല്ലതും ഹാങ് ചെയ്ത് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല, ഇത് മുടിയിൽ വെച്ചാൽ മറ്റു ബുദ്ധിമുട്ടുള്ള പെയിനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നമ്മളൊരു ക്ലിപ്പ് ഉപയോഗിക്കുന്ന പോലെയുള്ളൂ, അതിലേക്ക് നമ്മൾ ഹെയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം.